വർദ്ധിപ്പിക്കുകയും ശരീരം ക്ലെൻസ് ചെയ്യുകയും റെജുവിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കർക്കിടക ചികിത്സയിൽ പ്രധാനമായും ഉൾപ്പെടുന്ന കാര്യങ്ങൾ: പഞ്ചകർമ്മ ചികിത്സ. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്ന ചികിത്സാരീതിയാണ് പഞ്ചകർമ്മ ചികിത്സ. വമനം, വിരേചനം, നസ്യം, ധാര, പിഴിച്ചിൽ എന്നിവയാണ് പഞ്ചകർമ്മത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മരുന്ന് കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി. ഔഷധ സസ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കഞ്ഞി കുടിക്കുന്നത് ദഹനശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എണ്ണ തേച്ചുകുളി. ശരീരത്തിൽ എണ്ണ തേച്ചു കുളിക്കുന്നത് രക്തഓട്ടം കൂടുവാനും ശരീരവേദന കുറയ്ക്കുവാനും സഹായിക്കുന്നു. ആഹാരക്രമം: പഴകിയതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ലഘുവായതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ ഭക്ഷണങ്ങൾ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുക. മറ്റ് ചികിത്സകൾ: ധാര, കിഴി, തിരുമൽ എന്നീ ചികിത്സകളും കർക്കിടക ചികിത്സയുടെ ഭാഗമായി ചെയ്യാറുണ്ട്. ശരിയായ വിശ്രമം. വ്യായാമം, ഉറക്കം എന്നിവ ക്രമീകരിച്ച് ശരീരത്തിന് വിശ്രമം കൊടുക്കുക. കർക്കിടക ചികിത്സയുടെ പ്രധാന ഉദ്ദേശങ്ങൾ: ശരീരത്തിലെ വിഷാംശം കുറയ്ക്കുക, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, ദഹനശക്തി കൂട്ടുക, ശരീരത്തിലെ വേദന കുറയ്ക്കുക, ശരീരത്തെയും മനസ്സെയും പുനരുജ്ജീവിപ്പിക്കുക, ഉത്കണ്ഠ, സമ്മർദ്ദം ഇവ കുറയ്ക്കുക എന്നിവയാണ് കർക്കിടക ചികിത്സയുടെ പ്രധാന ഉദ്ദേശങ്ങൾ. കർക്കിടക ചികിത്സ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.